അതെല്ലാം ഇടിച്ചതാണ്. കാറിനുള്ളിലായിരുന്നു, ആളൊഴിഞ്ഞ പ്രദേശമായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ കുട്ടീനെ കാണാനാണ് വന്ന്, കണ്ടു ഫുഡ് കൊടുത്തിട്ട് ഞാൻ പോകുന്നു. എനിക്ക് വേറെ സംസാരത്തിന് വഴക്കിനൊന്നും താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊക്കോ, കൊച്ചിനെ വിട്ട് തരത്തില്ല എന്ന് പറഞ്ഞു. എന്റെ ജീവന് ഭീഷണിയായി തുടങ്ങിയപ്പോൾ തിരിച്ച് പ്രതികരിച്ചു. ചതവുണ്ട് കണ്ണിന്, വായിലും മുറിവെല്ലാം ചതവുണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം? നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ കാറിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വർക്കല പോലീസിൽ പരാതി കൊടുത്തല്ലേ? എന്തായിരുന്നു അതിന് ഇടയാക്കിയ സംഭവം? ആള് എന്നെ ഉപദ്രവിക്കുമായിരുന്നു, കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമം നടത്തിയത്. കഴുത്തിന് കുത്തിപ്പൊട്ടിച്ചു, ശ്വാസം കിട്ടുന്നിട്ടില്ലായിരുന്നു. വായിൽ തുണി കുത്തിക്കേറ്റ് ഞാൻ ബഹളം വെച്ചപ്പോഴത്തേക്ക് വായിൽ തുണി കുത്തിക്കേറ്റ് സൗണ്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തുണി? എന്റെ തന്നെ ടോപ്പ് വായിൽ കുത്തിക്കേറ്റുവായിരുന്നു ചെയ്തത്. ഇന്നലെ നടന്ന സംഭവമാണ് നിങ്ങൾ പറയുന്നത്? എവിടെ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്? ശിവേരി. കാറിനുള്ളിലായിരുന്നു, ആളൊഴിഞ്ഞ പ്രദേശമായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്തിയത്? കുട്ടീനെ കാണണമെങ്കിൽ വരണോന്ന് പിണങ്ങി കഴിയായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ കുട്ടിയെ വിളിച്ചു? കുട്ടീനെ വിളിച്ച് ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ കൊടുക്കാറില്ല. വീഡിയോ കോൾ വിളിച്ചാലും ഫോൺ കൊടുക്കാറില്ല. ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു, കുട്ടീനെ കാണണമെങ്കിൽ നേരിട്ട് വന്നാ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് തന്നെ വരണോന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും കൊണ്ടുവന്നാ കാണിക്കത്തില്ല എന്ന് പറഞ്ഞ തുടർന്ന് ടൈം പറഞ്ഞായിരുന്നു. 1:30 ആകുമ്പോഴത്തേക്ക് മരക്കടമുക്ക് ജംഗ്ഷനിൽ വരാൻ പറഞ്ഞായിരുന്നു. വിളിച്ചതനുസരിച്ചായിരുന്നു. എന്നിട്ട് അവിടുന്ന് കുട്ടിക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊണ്ടുപോയായിരുന്നു. ബാക്ക് സീറ്റിൽ കയറിയിരിക്കുവാണ് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം? എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ബാക്ക് സീറ്റിൽ കയറിയിരിക്കുക. ഫ്രണ്ടിലിരുന്നില്ലെങ്കിൽ നീ കൊച്ചിനെ കണ്ടാ ഇറങ്ങി പോവാൻ പറഞ്ഞായിരുന്നു. വഴിയിലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാറിൽ കയറിയിരിക്കുമായിരുന്നു. കുട്ടിക്ക് ഫുഡ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാർ സഞ്ചരിക്കുമായിരുന്നു. വണ്ടി ശിവേരി റോഡിലോട്ട് കൊണ്ടുപോയി അവിടെ വണ്ടി ഓഫ് ചെയ്തിട്ടായിരുന്നു. കുട്ടിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ കുട്ടീനെ കാണാനാണ് വന്ന്, കണ്ടു ഫുഡ് കൊടുത്തിട്ട് ഞാൻ പോകുന്നു. എനിക്ക് വേറെ സംസാരത്തിന് വഴക്കിനൊന്നും താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ആള് സംസാരിക്കുന്നതിനൊന്നും തിരിച്ച് ഒരു റെസ്പോൺസും ഞാൻ കൊടുക്കാതിരുന്നത് തുടർന്ന് കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. കൂടെ ജീവിക്കണ്ടേ, കൊച്ചിനെ ഇങ്ങനെ ആയിപ്പോയാ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആൾക്ക് കൂടെ ജീവിക്കണമെന്ന് പറയുകയും ചെയ്യും. എന്നെ മോശക്കാരിയായിട്ടാണ് കാണുന്നതും ഇവിടെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും. നിരന്തരം ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. മെസ്സേജ് എല്ലാം ഫുള്ള് ചീത്തയാണ്. ഞാൻ വേറൊരു രീതിയിലാണ് പോകുന്നതെന്നൊക്കെ പറയുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞതിനൊന്നും മറുപടി പറഞ്ഞില്ല? ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലെത്തി. അതെ. എന്നിട്ട് മുഖത്തിടിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം ഇടിച്ചതാണ്. കണ്ണൊക്കെ ചതവുണ്ട് കണ്ണിന്. പിന്നെ വായിലും മുറിവ് കാണിച്ചു? വായിലും മുറിവെല്ലാം ചതവുണ്ടായിരുന്നു. ചുണ്ട് കൂട്ടി ഇടിച്ച് പല്ലുമായിട്ടൊക്കെ. എന്ത് വെച്ചാ ഇടിച്ചത്? കൈ വെച്ച് ഇടിക്കുമായിരുന്നു ചെയ്തത്. വഴക്ക് കൂടാനും വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ അത് ഞാൻ എത്തുന്നത് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ വേറൊരു വണ്ടി നിന്നപ്പോഴത്തേക്ക് ആള് വണ്ടി എടുത്തിട്ട് പോയായിരുന്നു. ആ നടേറ റൂട്ടിലോട്ട് ആ വളവില്ലേ, ഗുരുകുല അങ്ങോട്ടുള്ള ആ ടൈമില് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഫോൺ എടുത്ത് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അങ്ങനെ ആരെയൊക്കെയോ വിളിച്ചു. എനിക്ക് കോൾ എടുത്ത് ചെവിയിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആള് വണ്ടി ഒതുക്കിയിട്ട് ഫോൺ തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ആരെയും വിളിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നോ? പോലീസിനോട് പറഞ്ഞു. മൊഴിയിലുണ്ട്? വർക്കല പോലീസ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അല്ലേ? ശരി. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടിയത്? ആദ്യം എനിക്ക് നാട്ടുകാർ കൂടി കാരണം ബഹളം വെച്ചിട്ട് ആ ഡോറ് തുറക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഫുള്ള് ലോക്കായിരുന്നു. ഗ്ലാസ് പോലും എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലോക്ക് ഇട്ട് വെച്ചേക്കായിരുന്നു. അല്ല, റെന്റേ കാറാണ്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. കാർ നമ്പറും കാറിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്ത് പറയുന്നു ഈ വിഷയത്തില്? കേസ് മൊഴി എടുത്തിട്ടുണ്ട്. FIR തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? സിജു സോമൻ. എന്നാണ്. ഇദ്ദേഹം എന്താ ഗുണ്ടയാണോ? ആണോന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ആ രീതിയിലാണ് പെരുമാറ്റം. ഇദ്ദേഹത്തിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്? ഇവിടെ വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് കുറെ പേര് വിളിച്ച് സംസാരിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നെ, എന്റെ അമ്മ. ആരാണ് അവരൊക്കെ? ആളുടെ ബന്ധു അടുത്ത് ഉള്ളവരൊക്കെയാണ്. പേരറിയാമോ? പേര് ഒരു നാസർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചായിരുന്നു. ആളുടെ ഫ്രണ്ടാണ്.
അല്ലാതെ BJP പ്രവർത്തകരാണെന്നും പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. ഇനി ഒരുമിച്ച് മുന്നോട്ടില്ല. പറ്റത്തില്ല, അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ നീ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊക്കോ, കൊച്ചിനെ വിട്ട് തരത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ആവശ്യം എന്താണ്? എൻ്റെ ആവശ്യം എനിക്ക് നീതി വേണം.